ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തൃക്കലങ്കോട് ശിവ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ആ ഒരു വലിയ കുളത്തിൻ്റെ വക്കത്ത് നമ്മുടെ സുലോചന അമ്മയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോവുകയാണ്. സുലോചന അമ്മയെ കുറിച്ചിട്ട് നമുക്കറിയാം, രാത്രി മുഴുവൻ ധ്യാനം ചെയ്ത് ഈ വയസ്സിൽ എത്ര വയസ്സായി അമ്മയ്ക്ക്? 79ാമത്തെ വയസ്സിൽ. അപ്പോൾ ഇത് ഈ അടുത്താണ് കാർ ആക്സിഡൻ്റ് ആയിട്ട് അല്ലേ 6 വിള്ളൽ വന്നു. പക്ഷെ ഒരിക്കൽ പോലും ആ മെഡിറ്റേഷനാണ് അമ്മേനെ വലിയൊരു തവിടുപൊടി ആക്കാതെ രക്ഷിച്ചതെന്ന് അമ്മ പറയാറുണ്ട്. പറയൂ അമ്മ അനുഭവം ധ്യാനത്തെ കുറിച്ച്. പിന്നെ കാറിൻ്റെ ആക്സിഡൻറ്റ് ഇത് വന്നിട്ട് അപകടം വന്നിട്ട് മക്കളെ ഞാൻ 4 മാസം എനിക്ക് ധ്യാനം ചെയ്യാൻ കഴിഞ്ഞില്ല. കിടക്കാൻ നടക്കരുത്, എല്ല് പൊട്ടിയിട്ടല്ലേ വീണിട്ടല്ലേ, പ്ലാസ്റ്റർ ഇടാനും കമ്പി ഇടാനൊന്നും പറ്റില്ല. അപ്പം കിടക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ. കിടന്നപ്പോൾ എനിക്ക് ധ്യാനം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ആ 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പോയ ആമവാദം തിരിച്ചിങ്ങോട്ട് തിരിച്ചു വന്നു. പിന്നെ ഞാൻ ധ്യാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആമവാദം അങ്ങോട്ട് തന്നെ പോയി പോയോടത്തേക്ക് തന്നെ പോയി. ഇന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല, അത്രയല്ലേ നമുക്ക് വേണ്ടു. അതെ, ആ ധ്യാനത്തിന്റെ ശക്തിയാണ് നമുക്ക് ഉറപ്പാ. എന്നെ ഒരു സൂക്കടുന്നു, എനിക്ക് എല്ലാ ഇതും ശക്തിയും തരുന്നേ എന്റെ ധ്യാന. സന്തോഷം കൊണ്ട് മതി മറന്നു ജീവിക്കുന്നു. അതെ, ഇപ്പൊ അമ്മ ഇത്രയും ദൂരമൊക്കെ നടന്നു വന്നു ഹാപ്പി ആയിട്ട് അല്ലേ? ഇത്രയും വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് പോലും. അപ്പൊ അമ്മക്ക് ഇനി ഇതിലും വലിയൊരു സാക്ഷ്യം എന്താ പ്രപഞ്ചത്തോട് പറയാനുള്ളത്? ഒന്നുമില്ല, പ്രപഞ്ചം നല്ലോണം അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ധ്യാനത്തിന്റെ ശക്തിയല്ലേ അമ്മ ഇത്? അതെ, ധ്യാനത്തിന്റെ ശക്തിയാ. എനിക്ക് ഉറക്കം പറയുന്നതില്ല. എന്നുവെച്ചാൽ ധ്യാനം അത്രയും ചെയ്യുമ്പോ പിന്നെ ഉറങ്ങേണ്ട ആവശ്യമില്ല. അമ്മക്ക് ക്ഷീണില്ലല്ലോ? ക്ഷീണില്ല, ഒട്ടും ക്ഷീണില്ല. ഞാൻ എൻ്റെ വീട്ടിലും പറമ്പിൽ കുറച്ചേ ഉള്ളൂ, എന്നാലും ഞാൻ അങ്ങനെ ചുറ്റും പ്രദക്ഷിണം വയ്ക്കും. എല്ലാവരോടും പ്രകൃതിനോടൊക്കെ പറഞ്ഞ് നന്ദി പറയും, നമസ്കരിക്കും ഒക്കെ ചെയ്യും, മനസ്സുകൊണ്ടൊക്കെ നമസ്കരിക്കും. പിന്നെ അമ്മ എപ്പോഴും താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. നന്ദി പറയും എല്ലാവരോടും എല്ലാത്തിനോടും. ഇതൊക്കെ അമ്മ VMCയിൽ ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷം പഠിച്ച്. കൂടുതലും എൻ്റെ കുട്ടീൻ്റെ സത്സംഗം അവിടുന്ന് ഇവിടുന്ന് VMCയിലെ മെഡിറ്റേഷൻ. നമ്മുടെ കുട്ടി പറഞ്ഞ ആരാ? ഞാനല്ലേ? ഞാൻ തന്നെ മെഡിറ്റേഷൻ കണ്ടിട്ട് ആണ് പഠിച്ചതമ്മ. അതുവരെ ഈ വയസ്സായോടത്ത് ഈ ഭാഗവതം, രാമായണം, ഭഗവത്ഗീതയും വായിച്ചിങ്ങനെ ഇരിക്കുക, കുറേ നാമം ജപിക്കുക. ഈ ഇങ്ങനത്തെ വേണ്ട ദൈവവാക്യങ്ങൾ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല. അതെല്ലാം കിട്ടിയത് എൻ്റെ മോളെത്തുന്ന VMCന്നാണ് കിട്ടിയത്. അതിനെക്കൊണ്ട് എനിക്ക് എന്തൊരു സന്തോഷം. പക്ഷെ കാലങ്ങൾ പോയി അമ്മേൻ്റെ. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അവസാനം ഇത്രയും മണിക്കൂറുകൾ അമ്മ ചെയ്തിട്ട് അതൊക്കെ സാധിച്ചെടുത്തില്ലേ? സാധിച്ചെടുക്കും. അമ്മയ്ക്ക് എപ്പോഴും ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അയ്യോക്ക് നല്ല പ്രായത്തിൽ കിട്ടിയില്ലാന്ന്. പക്ഷെ ഈ പ്രായത്തിൽ കിട്ടിയിട്ട് അമ്മ സാധിച്ചെടുത്തതോ സാധാരണക്കാർ ചെയ്യണ പോലെ രാത്രി പകലും ചെയ്യാമ്മ. രാത്രി പകലും ചെയ്യും, നല്ല സന്തോഷം. അതാണല്ലോ നമുക്ക് ഇനി ഒന്നുമില്ലെങ്കിൽ സുഖത്തിനൊക്കെ കുറേ കുറവിൻ്റെ ആവശ്യത്തിനൊക്കെ പണി നടക്കും, എല്ലാം ചെയ്യാം. പിന്നെ ഈ ആക്സിഡന്റ് തന്നെ അത്ഭുതമല്ലേ, മാറോടത്ത് വീണ്ടിരിക്കുകയാണ്. അതായത് എല്ലില്, അതായത് പൊടിഞ്ഞിട്ടില്ലെങ്കിലും അമ്മ പറയണ്ട ആ ഒരു ആക്സിഡന്റിൽ നമ്മൾ പൊടിയായേനേന്ന് അമ്മ പറയാറുണ്ട്. അപ്പോൾ അതിന് രക്ഷപ്പെട്ടു, ഇത്രയും നന്നായിട്ട് നടക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അമ്മ അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ ധ്യാനത്തിലൂടെ ദൈവത്തിന്റെ ശുശ്രൂഷ എല്ലാം നമുക്ക് കിട്ടി. അതെ, ദൈവത്തിന്റെ നല്ല അനുഗ്രഹമുണ്ട്, മാതാവിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട്. അതെ, ഒക്കെ എനിക്ക് കിട്ടി. ധ്യാനം എന്ന് പറഞ്ഞാൽ ദൈവ ശുശ്രൂഷ അമ്മ. അതെ, ആര് ധ്യാനം ചെയ്യുന്നോ അവർക്ക് ദൈവ ശുശ്രൂഷ ലഭിച്ചിരിക്കും. അതെ, നോ ഡോക്ടർ നോ മെഡിസിൻ. അതെ, ഞാൻ ഇടയ്ക്ക് ഓരോ ഗുളിക കഴിക്കുക, എൻ്റെ മകളെ പേടിച്ചിട്ട്. അമ്മ പോയ ആമവാദം ഇങ്ങോട്ട് വരൂ കേട്ടോ, അതുവരെ വന്നിട്ടില്ല. അതെ, സന്തോഷം. അതെ, അതിനൊക്കെ ദൈവത്തിനോട്. പിന്നെ അത് അമ്മ ആദ്യത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആമവാദം അതൊക്കെ മാറി, തലയുടെ അതൊക്കെ എത്ര വർഷമായിട്ടുള്ളത് അമ്മയുടെ അന്ന് മാറിയത്? ആമവാദം എനിക്ക് 17 വർഷമായി. 17 വർഷമായിട്ടുള്ളതാണ് ധ്യാനത്തിലൂടെ മാറിയത്. ഇപ്പൊ ഈ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഇരിക്കാൻ പറ്റാതെ അമ്മ ഈ ഒരു 4 മാസം നിർത്തിയ കാരണമാണ് അത് വന്ന പോലെ അമ്മക്ക് തിരിച്ചു വന്നത്. അത് പിന്നെ ധ്യാനം തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് അത് പോവുകയും ചെയ്തു. അത് പോയി, ധ്യാനം തുടങ്ങിയപ്പോൾ പോയി. തിരിച്ചു വന്നപ്പോൾ എനിക്ക് തിരിഞ്ഞു മറിഞ്ഞും കിടക്കാൻ വയ്യ, നെല്ലോടിയായിരുന്നു. ശരി, എല്ലിന്റെ ഇടയിൽക്കൊക്കെ വേദനിച്ചിട്ട്. അതില് മോളെ വിളിക്കുമ്പോ മോളെ അടുത്ത് പേരക്കുട്ടി ഉണ്ടാവും, മകന്റെ കുട്ടി മോളെ കിടക്കും. എന്റെ മരുമോൻ എന്നെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റല്ലേ ഈശ്വര. അല്ല, ഇന്നൊക്കെ കിടന്നു കഴിഞ്ഞാൽ ബെഡ് സോറ് വരിക, അല്ലെങ്കിൽ പിന്നെ അതിന്ന് റിക്കവർ ആവാത്ത ഈ പരിസ്ഥിതിയിൽ അമ്മ മെഡിറ്റേഷൻ കൊണ്ട് ഇത്രയും സമ്പൂർണ്ണ ആരോഗ്യം സാധിച്ചു. 79ാം വയസ്സിൽ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല.
അത് മഹാകാര്യാണ്. ഞാൻ എല്ലാവരോടും പറയും മെഡിറ്റേഷൻ ചെയ്യണം. നമ്മളെ വീട്ടിൽ പറഞ്ഞിട്ട് ഏൽക്കില്ല. അവർക്കത് ചിലതൊന്നും ഉപേക്ഷിക്കാൻ വയ്യ. അതെ അതെ, അതുകൊണ്ടാ. പക്ഷെ അമ്മയുടെ മാറ്റം എന്നല്ലെങ്കിൽ നാളെ അമ്മ സാധിച്ചെടുത്ത ഈ വിജയം ഇന്നല്ലെങ്കിൽ നാളെ അവരെ ചിന്തിപ്പിക്കും. അമ്മ ചിന്തിപ്പിച്ചോളൂ മെഡിറ്റേഷന്റെ ശക്തി എന്താണെന്ന്. അതെ അതെ. ഇപ്പോൾ എന്താ വെച്ചാൽ VMCയിൽ തന്നെ നമ്മുടെ ആദ്യത്തെ ഇന്റർവ്യൂ കേട്ടിട്ട് എത്രയോ പേര് അമ്മ ഇപ്പോൾ ഉഷയുടെ ആ അമ്മയൊക്കെ എത്ര വയസ്സായ അമ്മയല്ലേ? 85 വയസ്സ്. രാത്രി മുഴുവനൊക്കെ കൂടുതൽ സമയം ധ്യാനം ചെയ്തിട്ട് അവരുടെ രോഗങ്ങളിൽ നിന്ന് പുറത്തു വന്നു. അപ്പൊ അമ്മ ഒരുപാട് സത്യപ്രചാരം ചെയ്തിട്ടുണ്ട്. അമ്മ ഈ ഇന്റർവ്യൂ കൊണ്ട് ഒരുപാട് പേരിലേക്ക് ധ്യാനം എത്തിച്ചിട്ടുണ്ട്. അവിടെ അമ്മ ഇത്രയും ചെയ്യാൻ പറ്റിയത്. അതെ അതെ, ആ അമ്മ അല്ലേ 85 വയസ്സായ അമ്മയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ചെയ്യുന്തോറും നമുക്ക് ആരോഗ്യം കിട്ടും. അതെ അതെ അതെ, സന്തോഷം കിട്ടും. മനസ്സിന് ഓരോ ഗുളികകൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിന് ഏത് നേരം എന്തൊരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അതിലും ഇതെന്താ ഈ വയസ്സുകാലത്ത് വേണ്ടത് അങ്ങനെ സന്തോഷം അനുഭവിച്ചു. പിന്നെ അമ്മ അത്രയും ധ്യാനം ചെയ്തതുകൊണ്ടല്ലേ ശരിക്കും അത്രയും വലിയ ആക്സിഡന്റ് ഇങ്ങനെ രക്ഷപ്പെട്ടത് അല്ലേ? അല്ലെങ്കിൽ ഒരു കാരണം പോരെ. ഇന്ന് ഈ ധ്യാനം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അവിടെ അമ്മയ്ക്ക് പിന്നെ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. മരുന്നുകൾ ഓരോന്ന് അത്ര അത്യാവശ്യമുള്ള ഗുളിക മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ അതായത് വയസ്സായവർക്ക് സമയം പോവാതെ എന്റെ ജീവിതം എന്തിനാന്ന് പറഞ്ഞിട്ട് ഇരിക്കണവർക്ക് അമ്മമാരെ പോലുള്ളവർ, അതായത് ഇത് ഈ സമയം ദൈവസാധനയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ഇത് മനസ്സിന് വിശ്രമം കൊടുത്തിട്ട് കർമ്മപ്രക്ഷാളനയ്ക്ക് വേണ്ടിയിട്ടാണ്. വിശ്വശക്തി അപാരമായിട്ട് ആവാഹന ചെയ്യാനുള്ള സമയമാണ് എന്നുള്ളത് അമ്മ മനസ്സിലാക്കി കൊടുത്തുട്ടമ്മ. എന്റെ പൊന്നമ്മ. ആദ്യം ഒരൊറ്റ വീഡിയോ കേട്ടുള്ളൂ, ബാക്കിയുള്ള വീഡിയോ ഒന്നും കേട്ടില്ല. ഞാൻ ധ്യാനം ചെയ്യാൻ തുടങ്ങി. പറയണോട് കൂടി ചെയ്യാൻ തുടങ്ങി. എനിക്ക് പേടി, എന്താ പറയണേ, എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയാം. അമ്മ എന്നോടാ ചോദിക്കുക എന്താ ചെയ്യാ. അതിന് പിന്നെ ഞാൻ ഈ നമ്പർ എടുത്ത് ഞാൻ വിളിക്കുക ചെയ്തു. അതെ അതെ, VMC വിപ്ലവാത്മകമായിട്ട് സത്യപ്രചാരം ചെയ്യണം. ഒന്ന് പിടിക്കുമ്പോ പിടിച്ചിട്ട് ഞങ്ങളെ ഒന്ന് കാണിച്ചാട്ടോ. ഞങ്ങളെ കാണാല്ലേ? എന്താ വെച്ചാൽ അമ്മയെ പോലുള്ള പൊന്നമ്മമാര് കാരണം ഈ സത്യപ്രചാരത്തെ VMCയിലൂടെ ഈസി ആക്കി തന്നു. കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് വയസ്സായവര് ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാന്ന് വിചാരിക്കണ എത്രയോ അമ്മമാര് രക്ഷപ്പെട്ടു. മരിക്കുന്നതിനൊന്നും ഒരു പേടിയില്ല, മരണത്തിന് പേടിയില്ല. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു കൊണ്ടുവന്നത് എന്തായാലും മോളെ എവിടെ കഴുകി കളഞ്ഞിട്ടേ ഞാൻ പോണുള്ളൂ. ഇനി ആ സെഞ്ചി കൊണ്ട് ഞാൻ പോവില്ല. അതെനിക്ക് അനുഭവിക്കണം. അതെ, ഇനി അത് കൊണ്ടുവരാൻ കഴിയും. ആ മാറാപ്പ് ഇനി സെഞ്ചിയിലിട്ടിട്ട് സഞ്ചിത കർമ്മമായിട്ട് കൊണ്ടുവന്ന് പ്രാരാബ്ദം അനുഭവിക്കേണ്ട നമ്മ തീരുമാനം. താങ്ക് യു. എൻ്റെ കുട്ടി തന്നെയാണ്, എൻ്റെ മോളെന്ന് വിളിച്ചിട്ടാണ് ഞാൻ പേര് വിളിക്കുന്നത്. താങ്ക് യു ഉഷ. ഓക്കെ. പിന്നെ ഈ കുളത്തിനെ കുറിച്ചിട്ട് അമ്മ പറഞ്ഞു ഇത് ചെകുത്താന്മാർ ഒറ്റ രാത്രിയും കൊണ്ട് ഒഴിച്ചതാണെന്നാണ് പറയണത്. പക്ഷെ മണ്ണ് എവിടെയും ഒറ്റ സ്ഥലം അമ്മ അങ്ങനെയല്ല അമ്മ കേട്ടിരിക്കണത്. അപ്പോൾ മണ്ണ് എവിടെ ഇട്ടെന്ന് അറിയില്ല, മണ്ണ് എങ്ങും കാണാനില്ല. അത്രയും വലിയ കുളമാണ് കേട്ടോ അത്. ഇത് തൃക്കളങ്ങോട് 32 അല്ലമ്മ? ശ്രീ ശിവമഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇവിടെ പുനരുദ്ധാരണ കാര്യക്രമങ്ങൾ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും സഹായം ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.